ദുബായ് പോലീസ് തൽക്ഷണം എവിടെയാണെങ്കിലും നമ്മൾ അപകടത്തിൽപ്പെട്ടാൽ എത്തുമെന്നതിന് ഉദാഹരണം പല വാർത്തകളിലൂടെയും കേട്ടറിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒത്തിരിയേറെ കഥകളും പല രീതിയിൽ പുറത്തേക്ക് വന്നതാണ്. ഇന്നലെ സമാനമായ സംഭവം അരങ്ങേറിയിരുന്നു. ഫേസ്ബുക്കിൽ താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതായുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് സുഹൃത്ത് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ദുബായ് പോലീസ് അപ്പോൾ തന്നെ എത്തുകയുണ്ടായി. തലനാരിഴയ്ക്കാണ് ആ യുവാവ് രക്ഷപ്പെട്ടത് തന്നെ. അത്തരം സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ടാക്സികളിൽ ക്യാമറകൾ ഘടിപ്പിച്ചതിനെ തുടർന്ന് കൂടുതൽ സുരക്ഷിതത്വം ഏർപ്പെടുത്തുകയുണ്ടായി. അത്തരത്തിൽ ദുബായ് പോലീസിൽ ഒത്തിരിയേറെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖയായ നടി നൈല ഉഷയുടെ വാക്കുകൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പോരഞ്ചുമറിയും ജോസ് സിനിമ കണ്ടവരാരും മറക്കില്ല ഈ മറിയത്തെ. പാതിരാത്രിയിൽ പിന്നാലെ വണ്ടി ഓടിച്ചു വന്ന് ശല്യപ്പെടുത്തിയ പൂവാലന്മാരെ ജാക്കി ലിവറുമായി ചാടിയിറങ്ങി വെല്ലുവിളിക്കുന്ന തന്റേടിയായ മറിയം. തിരശ്ശീലയ്ക്ക് പുറത്ത് മറിയം അങ്ങനെയാണോ എന്ന് ചിന്തിച്ചു പോകും. മറിയമായി തകർത്തഭിനയിച്ച നൈല ഉഷ തന്റെ ദുബായിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പോരഞ്ചുമറിയും ജോസിലെ മറിയം നാട്ടുവഴികളിലൂടെ പ്രീമിയർ പത്മിനി ഓടിച്ചു നടക്കുന്നുണ്ടെങ്കിലും നൈല ഉഷയ്ക്ക് ഇഷ്ടം ദുബായിലൂടെ ഔഡിയിൽ പറക്കാനാണ്. വണ്ടി ഓടിക്കാൻ ഇപ്പോഴും പേടിയാണെന്ന് പറയുന്ന നൈലയ്ക്ക് പക്ഷേ വണ്ടിയില്ലാതെ ജീവിതമില്ല. നാട്ടിലുള്ള കാലത്ത് വണ്ടി ഓടിക്കാത്തത് ഭയങ്കര പേടിയായിരുന്നതിനാലാണെന്നാണ് നൈല ഉഷ പറയുന്നത്. സൈക്കിൾ എടുത്തു പോലും റോഡിലേക്ക് ഇറങ്ങാൻ പേടിയാണ്. ദുബായിലെ റോഡിൽ വണ്ടി ഓടിക്കുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വണ്ടിയില്ലാതെ പറ്റില്ല. 45 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ഓഫീസിലേക്ക്. നിവൃത്തിയില്ലാതെ ഡ്രൈവിംഗ് പഠിച്ചു. ദുബായിലെത്തി ആദ്യ വർഷം തന്നെ ലൈസൻസ് എടുത്തു. 22ാം വയസ്സിലായിരുന്നു അത്. അങ്ങനെ വണ്ടി വാങ്ങി ആദ്യ ദിവസം തന്നെ ടയർ പഞ്ചറായി. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. പരിചയക്കാരും അടുത്തില്ല താനും. ആകെ പെട്ടുപോയ അവസ്ഥ. ഉടനെ പോലീസിനെ വിളിച്ചു. വൈകാതെ തന്നെ അവർ എത്തി. എന്നോട് കാറിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവർ തന്നെ ടയർ മാറ്റി തന്നു. എൻ്റെ ഫേവറേറ്റ് സ്ഥലം ദുബായ് ആണെന്നാണ് നൈല ഉഷ പറയുന്നത്. അങ്ങനെ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാരീസ് ആണ്. ചരിത്രത്തിന്റെയും പുതിയ കാലത്തിന്റെയും ഒരു മിക്സ് പാരീസിൽ കാണാൻ കഴിയും. അവിടെയുള്ളവരൊക്കെ ഭയങ്കര ഫാഷനബിൾ ആണ്. വണ്ടി ഓടിക്കാൻ എന്നേക്കാൾ പേടിയുള്ള ഒരാൾ ഉണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. എന്നിട്ടും ഞാൻ ലൈസൻസ് എടുത്തു. ഇത് ആത്മവിശ്വാസത്തിന്റെ ഒരു കളിയാണ്. സ്ത്രീകളെല്ലാം ഡ്രൈവിംഗ് പഠിക്കണമെന്നാണ് തന്റെ അഭിപ്രായം എന്നും ഭയങ്കര ശ്രദ്ധക്കുറവുള്ള ആളായതിനാൽ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും അറിയാറില്ല. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് പോരുമ്പോഴാണ് ദുബായിലെ മക്തൂം ബ്രിഡ്ജിൽ വെച്ച് കാർ ഓഫായി പോയിരുന്നത്. ഭയങ്കര തിരക്കുള്ള സമയം. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. ഒരു രക്ഷയുമില്ല. പിന്നെയാണ് മനസ്സിലായത് പെട്രോൾ തീർന്നതാണെന്ന്. പതിയെ പുറത്തേക്ക് ഇറങ്ങി. ആളുകൾ നന്നായി ചീത്ത വിളിക്കുന്നുണ്ട്. ആരെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. പെട്രോൾ പമ്പിലെത്തി. പക്ഷേ അവിടെ പെട്രോൾ കുപ്പിയിലൊന്നും കൊടുക്കാറില്ല. ഞാൻ ഒരു വിധത്തിൽ എൻ്റെ അവസ്ഥ അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഒരു കുപ്പി വെള്ളം വാങ്ങി കാലിയാക്കി അതിൽ പെട്രോൾ വാങ്ങി. ആ സമയം എന്നെ അറിയാവുന്ന ഒരാൾ പെട്രോൾ അടിക്കാനെത്തി. എന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി കാറിൽ പെട്രോൾ ഒഴിച്ചു തന്നു. അപ്പോഴേക്കും റോഡിൽ വമ്പൻ ബ്ലോക്ക്. ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇങ്ങനെ നിരവധി അനുഭവങ്ങളാണ് നൈല ഉഷയ്ക്ക് ദുബായിയെ പറ്റി പറയാനുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ദുബായ് പോലീസ് എത്തി സഹായിച്ചത് തന്നെയാണ്. ഇത്തരത്തിൽ സഹായം ദുബായ് പോലീസിന് ഒരു റാപ്പിഡ് ആക്ഷൻ തന്നെ ദുബായ് പോലീസ് നടത്തും. അതിന് തെളിവ് തന്നെയാണിത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.